ആരാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഔട്ടായത്? ലക്ഷ്മിയോ നെവിനോ? ഡബിൾ എവിക്ഷൻ ഉണ്ടോ? ഒരു കോടതി ടാസ്കിന്റെ പ്രൊമോ വന്നിരുന്നു. ലാലേട്ടന് മുന്നിൽ വെച്ചാണ് ഇപ്രാവശ്യം കോടതി ടാസ്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ലാലേട്ടന് മുന്നിൽ വെച്ച് നല്ല രീതിക്ക് അടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്താണ് സംഭവം? പിന്നെ അനുമോളെ എയറിൽ കയറുന്ന ഒരു പ്രൊമോ കൂടി പുറത്തു വന്നിരുന്നു. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? എല്ലാം പറയാം. ഡേ 77 പ്രൊമോ അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആയി നമുക്ക് ഇന്നലെ രാത്രി പുറത്തു വന്ന കോടതി ടാസ്കിൻ്റെ പ്രൊമോയെക്കുറിച്ച് സംസാരിക്കാം. ഇന്നലെ രാത്രിയാണ് എപ്പിസോഡ് കഴിഞ്ഞപ്പോഴാണ് ഈ പ്രൊമോ പുറത്തു വന്നത്. അതിനകത്ത് ഇപ്രകാരമാണ് പറയുന്നത്. നമ്മുടെ ലാലേട്ടൻ വരുന്നു. പിന്നീട് കാണിക്കുന്നത് കോടതി മുറി, അതായത് ആക്ടിവിറ്റി ഏരിയയാണ് കോടതി മുറി കൂടിയിരിക്കുന്നത്. അപ്പോൾ കോടതി മുറിയിൽ നമ്മുടെ ലക്ഷ്മി വക്കീലും നെവിൻ പ്രതിക്കൂട്ടിലുമാണ് കാണിക്കുന്നത്. അപ്പോൾ നെവിൻ പറയുന്നുണ്ട് ബിഗ് ബോസിന് മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്ന് പറയുന്നുണ്ട്. പിന്നീട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇമോഷണൽ വീക്ക്നെസ് ആണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നീട് നെവിൻ പറയുന്നതാണ് കാണിക്കുന്നത്, ഞാൻ പാവ എടുത്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് കാണിക്കുന്നത്, ആ പ്രൊമോക്കകത്ത് കാണിക്കുന്നത്. അപ്പോൾ തന്നെ മനസ്സിലായി പാവ കേസാണ് കോടതിയുടെ പരിഗണനയ്ക്ക് വയ്ക്കുന്നത്. ഒരു പക്ഷേ ലാലേട്ടനായിരിക്കാം ജഡ്ജി അങ്ങനെ ഒരു പക്ഷേ ലാലേട്ടനായിരിക്കാം, എനിക്കറിയില്ല, ലാലേട്ടനായിരിക്കാം. നമ്മുടെ ലക്ഷ്മി വക്കീലാണല്ലോ, അപ്പോൾ ജഡ്ജിനൊന്നും അവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ഒരു പക്ഷേ ലാലേട്ടനായിരിക്കാം ജഡ്ജ്. അപ്പോൾ പ്രതി നെവിനാണ്. അപ്പോൾ കോടതിയുടെ പരിഗണനയ്ക്ക് വെക്കുന്ന കേസ് എന്ന് പറയുന്നത് പാവ കേസാണ് കോടതിയുടെ പരിഗണനയ്ക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ കോടതിയിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നെവിൻ പറയുന്നതാണ്, അനുമോളുടെ അടുത്ത് നിന്ന് ഞാൻ ചിലപ്പോൾ 20 എണ്ണം എടുത്തിട്ടുണ്ടാകും, 25 എണ്ണം എടുത്തിട്ടുണ്ടാകും, 35 എണ്ണവും എടുത്തിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ ഷൗട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പിന്നെ ലക്ഷ്മി അങ്ങോട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവരുടെ പോര് അങ്ങനെ അവിടെ കടന്ന് നല്ല രീതിക്ക് പോരും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ മുറുകാണ് ചെയ്യുന്നത്. ഇതൊക്കെ ബിഗ് ബോസ് വീട്ടിൽ ആര് കാണുന്നുണ്ട്? പ്ലാസ്മ ടിവിയിലൂടെ മറ്റുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും കാണുന്നുണ്ട്. പിന്നെ പുറത്തുനിന്ന് ലാലേട്ടനും ഇത് വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പിന്നീട് നെവിൻ എന്തൊക്കെ പറയുന്നുണ്ട്, ഞാൻ ചോദിക്കുന്നത് നീ ഉത്തരം പറയും, അല്ല നിങ്ങൾ ഉത്തരം പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി എന്തൊക്കെയോ അങ്ങോട്ടും പറയുന്നുണ്ട്. പിന്നീട് പ്രതിക്കൂട്ടിൽ കാണിക്കുന്ന നമ്മുടെ ഷാനവാസിനെയാണ്. ഷാനവാസ് പറയുന്നുണ്ട് ദാ അവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ മുട്ടൂത്തി അങ്ങോട്ട് കട്ടിലിൻ്റെ അവിടേക്ക് പോയി എന്നാണ് പറയുന്നത്. ഇത്രയാണ് ആ പ്രൊമോക്കകത്ത് കാണിക്കുന്നത്. ഇതെല്ലാം ബിഗ് ബോസ് വീട്ടിൽ ഇരുന്ന് മറ്റു മത്സരാർത്ഥികളെല്ലാവരും കാണിക്കുന്നു. ലാലേട്ടൻ ഇങ്ങനെ ഇതൊക്കെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് കോടതി ടാസ്ക്കാണ് അവിടെ നടക്കുന്നത്. കോടതിയുടെ ഇന്നത്തെ കേസ് എന്ന് പറയുന്നത് പാവ കേസാണ് ഇന്ന് നടക്കുന്ന കേസ് എന്ന് പറയുന്നത്. അതിൻ്റെ വിധി നിർണ്ണയിക്കുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്ന് എടുക്കുന്നതെന്നാണ് ഈ പ്രൊമോനകത്ത് വ്യക്തമാകുന്നത്. ഒരു പക്ഷേ ലാലേട്ടൻ തന്നെയായിരിക്കും ജഡ്ജ്, നമ്മുടെ വക്കീൽ ലക്ഷ്മി, പ്രതി നെവി. അപ്പോൾ ഇതിന് തെളിവുണ്ടല്ലോ, അതായത് സാക്ഷി പറയാൻ വരുന്നത് നമ്മുടെ ഷാനവാസ് ആയിരിക്കാം. അങ്ങനെയാണ് ഈ പ്രൊമോക്കകത്ത് എനിക്ക് മനസ്സിലായത്. എന്നാൽ നമുക്ക് നോക്കാം ഇതിൻ്റെ വിധി എന്തായിരിക്കും എന്നുള്ളത്. കാരണം കഴിഞ്ഞ വീക്ക്ലി ടാസ്കിൽ ഈ പാവ കേസായിരുന്നല്ലോ ചർച്ചാ വിഷയം. അപ്പോൾ അതാണ് അത് പരിഹരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കോടതിക്ക് ഈ കേസ് പരിഗണനയ്ക്ക് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ വിധി എന്താകുമെന്ന് നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ കണ്ടറിയാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ പ്രൊമോയിലേക്ക് വന്നു കഴിഞ്ഞാൽ, രണ്ടാമതൊരു പ്രൊമോ പുറത്തു വന്നിരുന്നതിനകത്ത് നമ്മുടെ ലാലേട്ടൻ നമ്മുടെ അനുമോളെ നല്ല രീതിക്ക് ഊക്കുന്ന ഒരു പ്രൊമോയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിനകത്ത് ഇപ്രകാരമാണ് പറയുന്നത്, നമ്മുടെ ലാലേട്ടൻ വരുന്നു. എന്നിട്ട് അനുമോളോട് ചോദിക്കുന്നുണ്ട് ക്യാപ്റ്റൻസി ടാസ്ക് എങ്ങനെയുണ്ടായിരുന്നു അനുമോൾ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനു എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു അവന് ക്യാപ്റ്റൻ ആകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയല്ല, അവന് എങ്ങനെയെങ്കിലും നോമിനേഷനിൽ നിന്ന് ഫ്രീ ആകണം, അതിനു വേണ്ടിയാണ്. അപ്പോൾ ലാലേട്ടൻ പറയുന്നു അതൊരു പുതിയ കണ്ടുപിടുത്തമാണല്ലോ, അതിനെന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു തെറ്റാണോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അനുവൊന്നും മിണ്ടുന്നില്ല. അനുവിന് അന്നും മുണ്ടാനുള്ള വോയിസ് ഇല്ല. അനുവിടെ അടപടലേ ക്ലോസായി. അനുവിനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. അനു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് ലാലേട്ടൻ അനീഷിനോടാണ് ചോദിക്കുന്നത്. അപ്പോൾ അനീഷ് എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ചില സമയത്ത് അനുമോൾ പറയുന്നത് എനിക്ക് മനസ്സിലാകാറേ ഇല്ല. അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ ചിരിക്കുന്നു, പുറത്തിരിക്കുന്ന ഓഡിയൻസും ഇങ്ങനെ ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് ആര്യനോടാണ് ചോദിക്കുന്നത്. ആര്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് എനിക്കും മനസ്സിലായിട്ടില്ല എന്താ പ്രശ്നമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നീട് അനു പറയുന്നു കിട്ടുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല, അതായത് ക്യാപ്റ്റൻസി കിട്ടുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ലാലേട്ടൻ പറയുന്നു നോമിനേഷനിൽ ഉണ്ടായിരുന്നതിൽ അനുമോൾ ക്യാപ്റ്റൻസി വേണ്ട എന്ന് പറയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനു ഇല്ല, ഒരിക്കലും പറയില്ല എന്ന് പറയുന്നു. അപ്പോൾ ലാലേട്ടൻ പറയുന്നു അപ്പോൾ പിന്നെന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനു പറയുന്നു എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ലാലേട്ടൻ
പിന്നെ എനിക്കാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിങ്ങനെയാണ് പ്രമോ അവസാനിക്കുന്നത്. ഇങ്ങനെയാണ് പ്രമോ അവസാനിക്കുന്നത്. എല്ലാ ആഴ്ചയും അനുമോൾക്ക് നല്ല രീതിയിൽ കിട്ടാറുണ്ട്. എല്ലാ വീക്കെൻഡിലും ലാലേട്ടൻ വരുമ്പോൾ അനുമോൾക്ക് നല്ല രീതിയിൽ കിട്ടാറുണ്ട്. അത് ഇപ്രാവശ്യം തുടരുന്നുണ്ട്. നല്ല രീതിക്ക് നല്ല ഊക്കും കാര്യങ്ങളൊക്കെ അനുമോൾക്ക് കിട്ടുന്നുണ്ട്. അനുമോൾക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ കിട്ടുന്നുണ്ട്. ഇത് എന്താ കണ്ടന്റിന് വേണ്ടിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. കാരണം അനുമോൾ എല്ലാ ആഴ്ചയിലും ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാറുണ്ടല്ലോ. അത് ഇപ്രാവശ്യം തുടരുന്നുണ്ടെന്ന് മാത്രം. ഇനി നമുക്ക് എവിക്ഷൻ്റെ അപ്ഡേറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ന് ആരും തന്നെ ഔട്ടാകുന്നില്ല എന്നാണ് അറിഞ്ഞത്. അങ്ങനെ തന്നെയാണ് അറിഞ്ഞത്. ഓക്കെ, ഇന്ന് ആരും തന്നെ ഔട്ടാകുന്നില്ല. ഇന്ന് നോ എവിക്ഷൻ ഡേ ആണ്. ഇന്ന് ആരും തന്നെ ഔട്ടാകുന്നില്ല. ഒരു പക്ഷേ നാളെ ആയിരിക്കാം എവിക്ഷൻ നടക്കുന്നത്. ഒരു പക്ഷേ ലക്ഷ്മി പോയിരിക്കാം, ഒരു പക്ഷേ നെവിൻ പോയിരിക്കാം, അതൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം ആരാകും പോകുന്നതെന്നുള്ളത്. എന്തായാലും ഡേഞ്ചർ സോണിൽ ഉണ്ടായിരുന്നത് 3 പേരായിരുന്നു. ലക്ഷ്മി, അക്ബർ, നെവിൻ, ഇവർ 3 പേരായിരുന്നു. ഒരു പക്ഷേ ലക്ഷ്മി ആണെങ്കിൽ പോയിരിക്കുന്നതെങ്കിൽ ഫെയർ എവിക്ഷൻ തന്നെ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ നെവിനാണ് പോയതെങ്കിൽ അൺഫെയർ ആകും. അക്ബർ പോയാലും അൺഫെയർ ആകും. ലക്ഷ്മി പോയത് എനിക്ക് തോന്നുന്നു ഫെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ആരായിരിക്കും പുറത്ത് പോയിരിക്കുന്നത് എന്നുള്ളത്. അത് ഞാൻ നാളെ നിങ്ങളായിട്ട് പറയാം. ഞാനത് അറിഞ്ഞിട്ടുണ്ട് ആരാ പുറത്ത് പോയെന്നുള്ളത്. പല സോഷ്യൽ മീഡിയസിലും പല പേരുകൾ കേൾക്കുന്നുണ്ട്. ആര്യം പോയി, അക്ബർ പോയി, ലക്ഷ്മി പോയി, നെവിൻ പോയി എന്നൊക്കെ. പക്ഷേ അതൊന്നും ശരിയല്ല. എന്തായാലും നമുക്ക് കറക്റ്റ് വിവരം ഞാൻ നാളെ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാം. ഒരു പക്ഷേ ലക്ഷ്മി ആയിരിക്കാം എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്കത് നിഗമനത്തിലേക്ക് വെച്ചേക്കാം. ലക്ഷ്മി ആയിരിക്കാം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ലക്ഷ്മി പോയെന്നും ഞാൻ പറയുന്നില്ല. ഒരു നിഗമനമാണ് ലക്ഷ്മി പോയിരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് ഫെയർ ആയിട്ട് വരത്തുള്ളൂ. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം ആരായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്നതെന്നുള്ളത്. ഒരു പക്ഷേ ഡബിൾ എവിക്ഷൻ ആയിരിക്കാം നടന്നിരിക്കുന്നത്. ഡബിൾ എവിക്ഷൻ നടന്നതെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. സിംഗിൾ എവിക്ഷൻ ആണെന്ന് തന്നെയാണ് അറിഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എവിക്ഷൻ്റെ അപ്ഡേറ്റ് ഞാൻ നാളെ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ 2 പ്രൊമോ കണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. പിന്നെ ആരായിരിക്കും ഈ ആഴ്ച ഔട്ടാകാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അടുത്ത വിശേഷമായിട്ട് വരുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.